ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം അല്ലെങ്കിൽ കാരപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അദ്രീൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്നാക്ക് എന്നൊക്കെ പറയാം. അതിന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇതിനായിട്ട് നല്ല പച്ചരിയാണ് എടുക്കുന്നത്. ഒരു 1/2 കിലോ പച്ചരിക്കായിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ പച്ചരി രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിന് ആവശ്യത്തിന് മധുരം ചേർക്കണം. അതിന് ഇവിടെ 1/2 കിലോ ശർക്കര അല്ലെങ്കിൽ വെല്ലമാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ. അത് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആറാൻ വേണ്ടി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തണിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കിലോ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ ഫുൾ വർക്കും അമ്മയാണ്. അപ്പോൾ അമ്മ അതിനായിട്ടിപ്പം തേങ്ങയാണ് പൂളി വെക്കുന്നത്. അത് കുനുകുനാന്നരിഞ്ഞ് നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യിൽ വറുത്ത തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇനി അതിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള ഏലക്കയാണ് പൊടിക്കുന്നത്. കുറച്ച് പഞ്ചസാരയും കൂട്ടി ഏലക്ക പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടും. നന്നായിട്ട് പൗഡറായിട്ട് പൊടിക്കണം. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ വിത്ത് മാത്രമായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലേ അത് ഇതാവുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ തേങ്ങ വറുക്കാൻ പോവാണ്. ഈ നേരത്തെ കുനുകുനാന്നരിഞ്ഞ തേങ്ങ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് മൂപ്പിച്ചെടുക്കുക. നെയ്യാണ് ടേസ്റ്റ്, എണ്ണേനേക്കാളും നെയ്യാണ് നല്ലത്. അതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചൊരു ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിക്കുക. ഇനി നമുക്ക് സെറ്റാക്കി വെച്ച സാധനങ്ങളൊക്കെ കൂടി മിക്സാക്കി ഒരു ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച അരിപ്പൊടി, പൊടിച്ചു വെച്ച ഏലക്ക, പിന്നെ കറുത്ത എള്ളാണ് വേണ്ടത്. കഴുകി വെച്ച കറുത്ത എള്ളിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ബ്രൗൺ കളറിൽ വറുത്ത തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അത് നെയ്യോട് കൂടി തന്നെ ആഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം. ഇനി ചേർക്കാൻ പോകുന്നത് അപ്പക്കാരാണ്. ആവശ്യത്തിന് കുറച്ച് മതി, അധികമായി പോകരുത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ പരമാവധി കെമിക്കൽസൊക്കെ ഉപയോഗം കുറച്ചിട്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പിടുക. അപ്പോൾ ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അധികം മധുരം വെള്ളച്ച മധുരം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ആക്കി വെച്ച വെല്ലപ്പാനിയാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ശർക്കരപ്പാനിയാണ്. അത് അരിച്ചൊഴിക്കണം. കാരണം ശർക്കരയിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചൊഴിക്കുകയാണെങ്കിൽ കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് യോജിച്ച് നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടും. സ്പൂണിനേക്കാളും കൈ തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. നല്ല ഒരു രീതിയിൽ വേണം. ഇനി അടുപ്പത്ത് കാര വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കുഴി മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഓരോ കുഴിയിലൊരു മുക്കാൽ ഭാഗം നിറയുന്ന രീതിയിൽ ഓരോ കുഴിയിലോട്ടും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിക്കാം. ഇവിടെ ഞങ്ങളൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ബാറ്റർ എടുക്കുന്നത്. എളുപ്പത്തിൽ ഒഴിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ കിട്ടും. കാരണം തവി വെച്ച് ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഈസി ആയിട്ട് ഇത് വെച്ച് ഒഴിക്കാൻ പറ്റും. നല്ല തിളച്ച എണ്ണയാണ്. തിളച്ച എണ്ണയിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ണിയപ്പം ആവുന്നുണ്ട്. ഒരു സൈഡ് ആയിന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതൊക്കെ മറിച്ചിടാം. കാരണം പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. അതിൻ്റെ നല്ല മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട് ഉണ്ണിയപ്പം. 2 സൈഡും നല്ലപോലെ വേവിച്ച്, എന്നാലും ഉള്ളു വേകുള്ളൂ. ഇനി അതിനനുസരിച്ച് ഓരോന്നായിട്ട് കുത്തിയെടുക്കാം. നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ഇതായി എന്നിട്ട് കുത്തിയെടുക്കാം. ഓരോന്നോരോന്നായിട്ട് കുത്തിയെടുക്കുന്നുണ്ട്. ഈ കുത്തിയെടുക്കുന്നതനുസരിച്ച് ഓരോ കുഴി ഒഴിവാകുന്നതനുസരിച്ച് ആ കുഴിയിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.